ഇന്ന് ചെയ്യണ വീഡിയോ ഒരാൾ നമ്മളുടെ ഷർട്ടിൽ കുത്തി കയറി പിടിക്കുമ്പോഴും, ഒരാൾ നമ്മളുടെ കർണത്തിൽ അടിക്കുമ്പോഴും, ഒരാൾ നമ്മളെ കഴുത്തിൽ കയറി പിടിക്കുമ്പോഴും നമ്മൾ ബ്ലോക്ക് ചെയ്യാതെ പഞ്ച് ചെയ്ത് രക്ഷപ്പെടണത് എങ്ങനെയാണെന്ന് കാണിക്കുക. പിന്നെ ഈ കയറി പിടിക്കുമ്പോൾ തന്നെ ആളെ ത്രോയും ചെയ്യാണ്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കയറി പിടിക്കുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യാനാണ്, അല്ലാണ്ട് തിരിച്ച് ആഴത്തോട്ട് ഇടാനാണ് നിൽക്കുന്നത്. ആ ടൈമിങ് വന്ന ടൈമിങ്ങിൽ തന്നെ കയറി ഒന്ന് ജസ്റ്റ് സൈഡിൽ പിടിച്ച് അടിച്ച് കഴിയുമ്പോൾ തന്നെ ആ കയ്യിൻ്റെ ബലവും പോവും, ആളെ ത്രോയും ചെയ്യാൻ പറ്റും മുട്ടിന് മേളിൽ. ഓക്കെ, അതിൻ്റെ മൂവ്മെൻറ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അത് പോ നമ്മൾ അടിക്കണേണ്, പഞ്ചടിക്കണം. ഇപ്പോൾ ഒരാൾ അടിക്കണേ ഫേസിലടിക്കുമ്പോൾ തന്നെ അടിക്കും. ജസ്റ്റ് ഫേസിലാണ് അടി വേണ്ടത്. ഒന്ന് പറയുമ്പോൾ തന്നെ മതി. ആ ഫേസ് കൂടെ ഇപ്പുറം മതി ക്യാമറ. ഓക്കെ അല്ലേ? ഈ കൈ തന്നെ റൊട്ടേറ്റ് ചെയ്യണം ഫേസിൽ. നമ്മൾ ഇത്ര റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പം ഇത്ര റൊട്ടേറ്റ് ചെയ്യാം. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്യാം, അത് ഇവിടെ ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം. ആ ടൈമിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആളെ അറിയാം. അടി ഇവിടെ പഞ്ച് നമുക്ക് ഫേസിൽ തന്നെ അടിക്കാനുള്ള ഓപ്പോസിറ്റ് ഉണ്ടാവില്ല. സെക്കൻഡ് നമ്മൾക്ക് കേച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴിച്ച് കുത്തി പിടിക്കുമ്പോൾ തന്നെ ജസ്റ്റ് കൈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പിടുത്തം എന്നെക്കാട്ടും മുമ്പ് ആദ്യം ചെയ്യേണ്ടതിന് ഇവിടെ അടിക്കണം. ഇവിടെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടിവിടാം. ഇവിടെ കിട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഇതായിട്ട് ഇട്ടിരിക്കുമ്പോൾ തന്നെ ആൾ വന്ന് മനസ്സിലായി. അതായത് ഈ എൽബോ ആണ്, ഈ എൽബോ കൊണ്ടൊന്ന് പ്രസ്സിങ് ചെയ്യാൻ കൈ ഒടിഞ്ഞു നേരെ ആൾ കാണുന്നുണ്ട്. സെക്കൻഡ് അതേപോലെ തന്നെ നമ്മളുടെ കഴുത്തിൽ കയറി പിടിക്കുമ്പോഴും കാണിച്ചു തരാം. ഈ കഴുത്തിൽ കയറി പിടിക്കും, രണ്ടൈക്കും പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളിക്കൊണ്ടുപോകില്ലേ, നമുക്ക് മേളിലോട്ട് വന്നേ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ അടി കൊണ്ടോ കൊണ്ടുപോകണേ രണ്ട് വെച്ച് നല്ല പ്രസ് ചെയ്ത് പിടിക്കുന്നതാണ്. 3 വെച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുകൾ ഇവിടെ തന്നെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രിസ്പിലോട്ട് ഇവിടെ കയറ്റാം. അതായത് ഈ കൂമ്പിലോട്ട് നമുക്ക് ഇവിടെ നിന്നെടുത്ത് കയറ്റാൻ പറ്റും. ഈ മൂവ്മെൻറ്റ് കാരണം ആ കൊണ്ടുപോകണ ഫോഴ്സ് ഉണ്ട്, തള്ളിക്കൊണ്ട് കണ്ടോ ആളെ തള്ളിക്കൊണ്ട് ഇവിടെ നിന്ന് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് അടിക്കാൻ പറ്റും, ബാക്കിൽ നിന്ന് അടിക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടും ഈ ഒരു ട്രിക്കിനെ. അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം, ഒരുപാട് ബ്ലോക്ക് ചെയ്യാം.